ഇന്ന് ശനിയാഴ്ച ഒരു ചെറിയൊരു മിനി വ്ലോഗ് കണ്ടാലോ. ഞാൻ ഇന്ന് രാവിലെ ഉറക്കം എണീറ്റത് എന്നെ വളരെ ലേറ്റായിട്ടാണ്, 10-10:30 ആയിട്ടുണ്ടായിരുന്നു. കാരണം അല്ലൂസിന് സ്കൂളിൽ പോകേണ്ട, അത് മറ്റൊരു കാര്യം. അത് മാത്രമല്ല, എനിക്ക് ഇന്നലെ രാത്രിയാകുമ്പോൾ ചെറിയൊരു പനിയുടെ കോള്, അതായത് നല്ല ബോഡി പെയിനും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഗുളിക കഴിച്ചിട്ടാണ് കിടന്നത്. പക്ഷേ രാവിലെ എണീറ്റും അതേ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ. എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും ഉപ്പുമാവ് ഇഷ്ടമല്ല, പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉപ്പുമാവ് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടൻ ചോറ് കഴിക്കാനായിട്ടൊക്കെ വീട്ടിൽ വരും. ആ ടൈമിൽ ഞാൻ കടയിലോട്ട് പോകും. ജസ്റ്റ് രാവിലെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു 2:30 ആയപ്പോഴാണ് കടയിലോട്ട് എത്തിയത്. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് ഓരോരോ പണികളായിട്ട് ചെയ്യുവാണ്, ഓരോന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് എപ്പോഴും ജോലി ചെയ്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ആയി എന്ന് തോന്നുന്നു. ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആയിരുന്നു. കാലിന് പ്രശ്നം വന്ന സമയത്ത് വീട്ടിൽ കിടന്ന് മൊബൈൽ കണ്ട് ഞാൻ മൊബൈൽ അഡിക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ചേഞ്ചായി വരുന്നുണ്ട്. നല്ലപോലെ ഇപ്പം ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാം ഓർഗനൈസൊക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ ഞാനിന്ന് കഞ്ഞിയാണ് കേട്ടോ. രാവിലെ ചോറ് വയ്ക്കാൻ വേണ്ടി തോരനും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് കഞ്ഞി കുടിക്കണമെന്നൊക്കെ തോന്നിയിട്ട് ഏകദേശം 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ പോയി നിന്ന് ബാൽക്കണിയിൽ നിന്ന് താഴത്തെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ലൂസ് സൈക്കിളോട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു കണ്ണ് അവിടെ വേണം. പിള്ളേരല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവൾ അവിടെ സൈക്കിളോട്ടുന്ന സമയം കൊണ്ട് ഞാൻ ആ ബാൽക്കണിയിൽ ഈ വാഷിംഗ് മെഷീൻ്റെ അടിയിലൊക്കെ കുറച്ച് പൊടിയൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുത്തിയിരുന്ന് ഇളക്കുവാണ് കേട്ടോ. അപ്പം ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ചിരട്ടകൾ കിട്ടി. അതായത് ഇവിടുത്തെ എലികൾ നമ്മുടെ വീട്ടിലെ ചിരട്ടകളെല്ലാം പിറക്കി വാഷിംഗ് മെഷീൻ്റെ അടിയിൽ കൊണ്ട് വെച്ച് കറണ്ട് തിന്നുവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ കാക്കകൾക്കും എലികൾക്കും ചിരട്ട എന്തോ വീക്ക്നെസ്സാണ്. അപ്പോഴത്തേക്കും എന്താ അല്ലുവിൻ്റെ ഫ്രണ്ടും കൂടെ എനിക്ക് കളിക്കുന്നിടത്തുനിന്ന് 2 പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി. പിള്ളേർ നമ്മുടെ അടുത്ത് ഭയങ്കര പ്യുവറായിട്ടുള്ള സ്നേഹമൊക്കെ കാണിക്കുകയല്ലേ, അതുകൊണ്ട്. അങ്ങനെ കുറച്ച് നേരം കട്ടിൽ കിടന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ വീണ്ടും അടുക്കളയിലോട്ട് പോയി. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചത് മുതലുള്ള എല്ലാ പാത്രങ്ങളും സിങ്കിൽ വാരിക്കൂട്ടി ഇട്ടിട്ടാണ് ഞാൻ കടയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. വന്ന് ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചതിന് ശേഷം വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി അവൽ നനയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് അവൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മളങ്ങനെ അധികം ബേക്കറി സാധനങ്ങളൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. അവൽ പിന്നെ പിള്ളേർക്ക് ഞാൻ ഇച്ചിരി ബൂസ്റ്റ് കലക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴുണ്ട് ഞാൻ വലിയ കാര്യത്തിൽ കഴിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ കൈ തട്ടി അവൽ താഴെ കിടക്കുന്നു. ഇത് കർമ്മ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം രാവിലെ അല്ലൂസ് വെള്ളം തട്ടി മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് നല്ലൊരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം തുടയ്ക്കാനുള്ള മടിയുണ്ട്. അതേ ഞാൻ തന്നെ ഇതൊക്കെ തട്ടി മാറ്റിയിട്ട് തുടച്ചിട്ടാണ് വീണ്ടും വന്നിരുന്ന് കഴിക്കുന്നത്. തറയിൽ കിടന്ന് വാരിയെടുത്ത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം ഫുഡ് വേസ്റ്റൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈവനിങ് ആയാൽ എനിക്കൊരു ചായ നിർബന്ധമാണ് കേട്ടോ. ഇപ്പം ഞാൻ പൊതുവേ മധുരം ഇടാതെയാണ് ചായ കുടിക്കുന്നത്. ആദ്യത്തെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി. അങ്ങനെ അവലൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരും വന്നു, അവർക്കും കുറച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.